വോട്ടധികാർ യാത്ര കൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഹൃദയമാകുന്ന കാഴ്ചയാണ് ബീഹാറിൻ്റെ സ്പന്ദനം തെളിയിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ഒളിഞ്ഞും തെളിഞ്ഞും അപമാനിച്ചും ആക്രമിച്ചും BJPയും സംഘപരിവാർ സംഘടനകളും അദ്ദേഹത്തെ രാഷ്ട്രീയ കർമ്മകാണ്ഡത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ കഠിന ശ്രമം നടത്തുമ്പോഴും ഉലയിൽ കാച്ചിയെടുത്ത കാരിരുമ്പിൻ്റെ കരുത്തോടെ ഫിനിക്സ് പക്ഷിയായി രാജ്യത്ത് കുതിച്ചുയരുകയാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തിൻ്റെ ഓരോ മൺതരിയിലും ആ രാജ്യരക്ഷകൻ തരംഗമാകുകയാണ്. രാജ്യത്തെ ജനകോടികളിൽ നിന്നും രാഹുൽ ഗാന്ധി നേടുന്ന ഈ കരുത്ത് അത് തന്നെയാവും അദ്ദേഹത്തെ പ്രധാനമന്ത്രി കസേരയിലേക്ക് നയിക്കുന്നത്. അണുവിട പതറാതെ മോദിക്കെതിരെ നയിക്കുന്ന യുദ്ധത്തിൽ പ്രചണ്ഡലമായ കുതിച്ചുകയറ്റമാണ് കാണുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ ആൾ രൂപമായി രാഹുൽ ഗാന്ധി വളർന്നു പന്തലിക്കുന്നത് രാജ്യത്ത് അഭിമാനവും മോദിക്ക് അപമാനവുമാകുന്ന കാഴ്ചയാണ്. മോദി എന്ന രാക്ഷസീയ ഭരണാധികാരിയുടെ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ രാഹുൽ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് ഇന്ന് പ്രാപ്തനായി കഴിഞ്ഞു. സാധാരണ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ പരാതി പറയുന്ന എതിർപക്ഷത്തിലെ MPമാർ പോലും രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ അസാമാന്യ ഊർജത്തെ രഹസ്യമായി പുകഴ്ത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. 7-ാം തീയതി അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തോടെ ദേശീയ അജണ്ട മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. EVMകൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഒരു പ്രതിപക്ഷത്തിനും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയിടത്താണ് രാഹുൽ ഗാന്ധി ദിവസങ്ങളോളം പഠിച്ച് വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി രംഗത്ത് വന്നത്. बिहार में SIR इंस्टीट्यूशनलाइज चोरी करने का तरीका है. आपने कहा कि लाखों वोटर के नाम कट गए, ऑपोजिशन शिकायत कर रही है, मगर बीजेपी एक शिकायत नहीं कर रही. कहीं भी उन्होंने नहीं कहा कि भाई वोटर कट रहे हैं. ये सच्चाई है कि वोटर कटे, 65 लाख कटे, मगर बीजेपी कुछ नहीं कह रही क्योंकि पार्टनरशिप है. इलेक्शन कमीशन, इलेक्शन कमिश्नर और बीजेपी के बीच में पार्टनरशिप है. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ ഗുരുതരമായ സംശയങ്ങളാണ് ഉയർത്തിയത്. എങ്ങനെ ഒരു സംസ്ഥാനത്തിലെ ചില മണ്ഡലങ്ങളിൽ മാത്രം പെട്ടെന്ന് കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്നു? സാങ്കേതിക വിദ്യകൾ കൊണ്ട് പഴുതുകളടച്ച പിഴവുകളില്ലാതെ നടപ്പിലാക്കി പോകാൻ കഴിയുന്ന ഈ കാലത്ത് ഇത്രയും പിഴവുകൾ കൊണ്ട് എങ്ങനെ വോട്ടർ പട്ടിക തയ്യാറാക്കി? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർക്കു വേണ്ടിയാണ് അടിമ വേല ചെയ്യുന്നത്, അപഹാസ്യനാവുന്നത്? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച രാഹുൽ ഗാന്ധിക്ക് ഉത്തരം കൊടുക്കാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ആഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നത് രാഹുൽ ഗാന്ധി കൊളുത്തിയ തീ ആളിക്കത്തി എന്നതിൻ്റെ തെളിവാണ്. എന്നാൽ ആ വാർത്താ സമ്മേളനത്തിൽ ആശങ്ക അകറ്റുന്ന ഒരു വാക്ക് പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ ആ വാർത്താ സമ്മേളനം ഉപയോഗിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം രാഷ്ട്രീയ കളിക്കിറങ്ങിയതോടെ ആ വാർത്താ സമ്മേളനം വൻ ദുരന്തമായി കലാശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വോട്ട് ചോർ എന്ന് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറഞ്ഞ ബീഹാറിൻ്റെ തെരുവോരങ്ങളെ നോക്കി രാഹുൽ വിളിച്ചു പറയുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ മോദി ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കുന്ന ബില്ലുമായി വന്നു. അർദ്ധരാത്രി ബില്ലിൻ്റെ കോപ്പി MPമാർക്ക് വിതരണം ചെയ്തു. എന്നാൽ പ്രതിപക്ഷം ആ ബില്ല് വലിച്ചു കീറി മുഖത്തെറിഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങളിൽ അമ്പരക്കുന്ന മോദിക്ക് രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത വിധം ശരശയിൽ ആയിക്കഴിഞ്ഞു. ഇവിടെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗധേയം വ്യക്തമാകുന്നത്. ഇന്ത്യ മുന്നണിയിൽ നിലനിന്നിരുന്ന വിവിധ കക്ഷികളുടെ അസ്വാരസ്യങ്ങൾക്ക് വിരാമമാകുകയും മാറി നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള പാർട്ടികൾ തിരികെ വരികയും ചെയ്തതോടെ ശക്തമായ ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ത്യ മുന്നണി. 2019 42 സീറ്റിലേക്ക് താഴ്ന്ന കോൺഗ്രസിനെ 99 സീറ്റിലേക്ക് ഇത്തവണ എത്തിച്ച രാഹുൽ ഗാന്ധിക്ക് ഇതിനു മുൻപ് പാർട്ടി നേടിയ ഏറ്റവും ഉയർന്ന സംഖ്യയായ 206 ഉയർത്താൻ 2006 കഴിയുമെന്ന വഴികളെല്ലാം ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. ഇനിയും ഏറെ രാഷ്ട്രീയ യാത്ര നടത്താനുള്ള ബാല്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി സ്വായത്തമാക്കിയ ഈ ആർജവം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കപടതയുള്ള മോദി എന്ന വൻമരത്തെ കടപുഴുക്കി രാജ്യത്തിൻ്റെ ആഗ്രഹം പോലെ രാജ്യത്തെ പൊതിഞ്ഞു പിടിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയെ നയിക്കുന്ന വിധത്തിലേക്ക് ഉയർന്നു വരും. നാളത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എന്ന് തേജസ്വി യാദവ് ബീഹാറിൻ്റെ മണ്ണിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ഇന്ത്യയുടെ ഗ്രാമങ്ങൾ തോറും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് ഹീനമായ രീതിയിലും ഭരണം പിടിക്കാനും ഭരണം നിലനിർത്താനും ശ്രമിക്കുന്ന മോദി അമിത്ഷായുടെ കാലം അവസാനിക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ട. രാഹുൽ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയാണ്.
മോദി കടപുഴകുക തന്നെ ചെയ്യും. രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുകയും ചെയ്യും. കാരണം ഇന്ത്യയുടെ സ്പന്ദനം ഇപ്പോൾ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എന്നാണ്. രാജ്യത്തെ ഇത്രയേറെ സ്നേഹിക്കുകയും ഭരണഘടനയെ വേദപുസ്തകമായി കരുതി മതേതരത്വത്തെ ആശ്ലേഷിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ലേവലേശം ഭയമില്ലാത്ത രാഹുലിൻ്റെ ജീവന് പോലും ഭീഷണി നേരിട്ടിട്ടും അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച രാഹുൽ ഗാന്ധി എന്ന പ്രധാനമന്ത്രിയെ ഇന്ത്യ രാജ്യം സ്വപ്നം കണ്ടു കഴിഞ്ഞു. അത് യാഥാർത്ഥ്യമാക്കാൻ ഇനി അധിക കാലം കാത്തിരിക്കേണ്ട. പ്രധാനമന്ത്രി കസേരയിൽ രാഹുൽ ഗാന്ധി ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.